കണ്ണുകളില്ലേ, ആ കണ്ണുകൾക്ക് വേണ്ടി വ്യഭിചാരമല്ല രേഖപ്പെടുത്തുന്നതാണ് പരലോകത്ത്. മരണപ്പെട്ടുപോയി കബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അതായുമുന്നതാമാ ഓർമ്മിക്കണം പെങ്ങളെ, ഇത് ഖേദത്തിന്റെ ദിവസം തന്നെയല്ലേ, ഇത് പരാജയത്തിന്റെ ദിവസം തന്നെയല്ലേ എന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടി എഴുന്നേറ്റ് വരുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് നിന്റെ കണ്ണുകൾ വ്യഭിചരിച്ചതായിട്ട് അല്ലാഹു പടച്ചതമ്പുരാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇഖ്റ കിതാബക യാ അബ്ദി അലാ മഹ്നി സല്ലറു ഇലൈക തറാ ഹൽ കാന മാ കാന. നീ ചെയ്തുപോലെ സർവ്വതും രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബിലേക്ക് നീ ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാൻ നിന്റെ കയ്യിലേക്ക് തരുമ്പോ നിന്റെ കണ്ണുകൾ പെണ്ണെ, നിന്റെ കണ്ണുകൾ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൾ വ്യഭിചാരിയുടെ കണ്ണുകളായിട്ട് അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുകയാ. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ അല്ലൈനാനി സിനാഹുമാ അന്നലുറു, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം എന്നത് നോട്ടമാണ്. രണ്ട് കണ്ണുകൾ വ്യഭിചാരിയുടെ കണ്ണാകുന്നത് നോക്കുമ്പോഴാണ്, നോട്ടമുള്ള സമയത്താണ്. എന്തിനേറെ മതപ്രഭാഷണം നടക്കുമ്പോ പോലും ഒരുപാട് ചെറുപ്പക്കാർ അവർ പെൺകുട്ടികളുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. താത്താക്ക് കസേരയില്ലെങ്കിൽ കസേര കൊടുക്കാൻ, താത്ത മറഞ്ഞു വീണാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, സഹോദരിമാരെ നിയന്ത്രിക്കാൻ, സഹോദരിമാരെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ടുപോകാൻ, സഹോദരിമാര് പറയുന്ന വാഗ്ദാനം എഴുതാൻ, സഹോദരിമാർക്ക് എന്താവശ്യമുണ്ടോ അവിടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ 10-15 ചെറുപ്പക്കാര് നേരത്തെ തന്നെ റിസീവർ നടത്തുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് ദീനിന്റെ സേവനമാണെന്ന് കരുതി പോകണ്ട, ദീനിന്റെ സേവനമാണെന്ന് കരുതി പോകണ്ട. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി പ്രഭാഷണം നടത്തുമ്പോ അതിലൂടെ നാശത്തിലേക്ക് പോയാൽ പ്രഭാഷകന്മാരുടെ കുറ്റം മാത്രം കണ്ടാ പോരാ, പ്രസംഗിക്കാൻ വരുന്നവരുടെ കുറ്റം മാത്രം കണ്ടാ പോരാ, പ്രസംഗം നടത്തുന്നവരുടെ കുറ്റമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നൗഷാദ് വാക്കിൽ പറയാൻ പോകുന്നത് ആരാണ് പ്രസംഗം നടത്താനുള്ളത്, ആരാണ് നസീഹത്ത് നടത്താനുള്ളത്, ആരാണ് പള്ളി വെക്കാനുള്ളത്, ആരാണ് യതീമികളെ കെട്ടിക്കാനുള്ളത്. ലാദ് പരമ്പര നടത്തിയിട്ട് ഉസ്താദുമാരെ കൊണ്ടുവന്ന് കുംഭമീർപ്പിച്ച് പണമുണ്ടാക്കിയിട്ട് അവസാനം അവർക്കെതിരെ പിരിഞ്ഞാ മാത്രം പോരാ. ആരാ നടത്തേണ്ടത്, ആരാ മജ്‌ലിസുകൾ നടത്തേണ്ടത്, ആരാണ് ദീനീ പ്രവർത്തനം നടത്തേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ സഹോദരങ്ങളെ, അത് നിങ്ങൾ പഠിച്ചേ പറ്റുകയുള്ളൂ. സാധുമാരെ സേവിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരമായിട്ട് മതപ്രഭാഷണ പരമ്പരകളെ മാറ്റിയോ അല്ലാഹു പടച്ചതമ്പുരാന്റെ അതാണ് ഉറപ്പായും എന്റെ സഹോദരാ നിങ്ങൾക്കുണ്ടാകും. മതപ്രസംഗം നടത്തുന്ന സംഘാടകർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആയി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം.